ഈ ശബ്ദം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഉടനെ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, അറിയില്ല നബിയേ, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദാ ഹജറുൻ അൽഖല്ലാഹു ഇലന്നാർ മുൻദു 70 സന. ഇതൊരു കല്ലിന്റെ ശബ്ദമാണ് സ്വഹാബത്തെ, ഒരു കല്ല് വീണ ശബ്ദമാണ് സ്വഹാബ. എവിടെയാണ് വീണതെന്നറിയോ? നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വീണതാണ്. 70,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു നരകത്തിൽ എറിഞ്ഞ കല്ലാണ്. ആ കല്ലാണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വന്നു വീണത്. അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കിൽ ആ നരകത്തിൽ നിന്ന് റസൂലുള്ളാഹി കാവൽ തേടുകയാ. ആ നരകത്തിന്റെ ആയത്ത് ഓതിയപ്പോ റസൂലുള്ളാഹി പോലും ബോധം കെട്ട് വീണില്ലേ? ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ ഓതുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിൽ ഓതുകയാണ്. ഇതേപോലെ നൂറുകണക്കിന് ചെറുപ്പക്കാര് ആ സദസ്സിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇരിപ്പുണ്ട്. നബിയുനാ റസൂലുള്ളാഹി ഓതിയത് എന്തെന്നറിയുമോ? സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. ആ അഗ്നിജാലയിൽ നിന്ന് സൂക്ഷിക്കണേ. ആ നരക കുണ്ടാരത്തിൽ നിന്ന് സൂക്ഷിക്കണേ. അതിൽ കത്തിക്കപ്പെടുന്നത് ഗ്യാസ് അല്ല, അതിൽ കത്തിക്കപ്പെടുന്നത് വിറകുകളല്ല, അതിൽ കത്തിക്കപ്പെടുന്നത് ഡീസൽ അല്ല, അതിൽ കത്തിക്കപ്പെടുന്നത് കൽക്കരിയല്ല. അതിന്റെ ഇന്ധനം ഏതെന്നറിയുമോ? ഇന്ന് നമുക്ക് ഗ്യാസ് കിട്ടാതെ ഹോട്ടൽ നിർത്തുകയാണ്, വീട് പട്ടിണിയാവുകയാണ്, ലോകം ഞെട്ടുകയാണ്. ഗ്യാസില്ല, ഗ്യാസില്ല, ഗ്യാസില്ല. ഏറ്റവും വലിയ ഇന്ധനം അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. വഖൂദുഹാ, ആ നരകത്തിലെ ഇന്ധനം എന്ന് പറഞ്ഞാൽ അന്നാസ്, മനുഷ്യരാണ്, മനുഷ്യരാണ്, മനുഷ്യരാണ്. വൽ ഹിജാറ, കല്ലുകളാണ്. കല്ലുകളും മനുഷ്യരെയും കൊണ്ട് നിറയ്ക്കപ്പെട്ട നരകം കത്തിക്കപ്പെടുമെന്ന് ആ പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് കണ്ടപ്പോ ആ സദസ്സിലെ ഒരു ചെറുപ്പക്കാരൻ അത് കേട്ട മാത്രയിൽ അറ്റാക്ക് വന്നു നിലത്ത് വീണു. അറ്റാക്ക് വന്ന് നിലത്ത് വീണു. പെട്ടെന്ന് റസൂലുള്ള തങ്ങൾ അടുത്തേക്ക് പോയി.